നമ്മൾ എൻ്റെ ഈ വിദ്യാലയത്തോട് വെറുപ്പ് കാണിക്കുന്നു. അപ്പോൾ നിങ്ങളൊക്കെ പറയും, ഞങ്ങൾക്ക് വെറുപ്പൊന്നുമില്ല, അതുകൊണ്ടല്ലേ ഞങ്ങളൊക്കെ വന്നു. അങ്ങനെ നമ്മൾ ഉദ്ഘാടനത്തിന് പറയേണ്ട ആളുകളല്ല. ഈ വിദ്യാലയത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തമായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അഭിമാനത്തോടു കൂടി പറയും, LP സ്കൂളിൻ്റെ അടുത്താണ് എൻ്റെ വീട്. LP സ്കൂൾ ഈ വിദ്യാലയം ഇല്ലാതെയായാൽ, അങ്ങനെ ഒരു വിദ്യാലയം ഇല്ലാതെയായാൽ നമ്മൾ എന്ത് പറയും? അതുകൊണ്ട് ഈ വിദ്യാലയത്തിൽ ഞാൻ ടീച്ചറോട് ചോദിച്ചു, KG LKG ഒക്കെ 10 കുട്ടികളാണ്. 1ാം ക്ലാസ്സിൽ കുറച്ചുകൂടി കുട്ടികളുണ്ട്. അപ്പോ ഈ മീറ്റിംഗ്, ഈ ഉദ്ഘാടനം കഴിഞ്ഞാൽ നാട്ടുകാരുടെ ഇതുപോലത്തെ ഒരു മീറ്റിംഗ് കൂടണം. ഇപ്പൊ നമ്മൾ ഈ മാർച്ച് മാസം സ്കൂൾ പൂട്ടും. അടുത്ത ജൂൺ മാസം 1-ാം തീയതി വിദ്യാലയം തുറക്കുമ്പോൾ ഈ വിദ്യാലയത്തിൽ നിറച്ചും 1ാം ക്ലാസ്സിലും LKGയിലും UKGയിലും ചേരാൻ കഴിയാവുന്ന നിരവധി കുട്ടികളെ ഞങ്ങളുടെ ഈ പ്രദേശത്ത് നിന്ന് ചേർക്കും എന്നുള്ള ഒരു നെയ്യത്തുമായിട്ട് വേണം നിങ്ങൾ ഇവിടുന്ന് പിരിയാൻ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ മാനേജറുടെ സഹോദരൻ ശ്രീ കബീറും ഞാനൊക്കെ ഒരുമിച്ച് പ്രീഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള ആളുകൾ കൂടിയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ആത്മബന്ധം ഈ വിദ്യാഭ്യാസ സ്ഥാപനവുമായിട്ട് എനിക്കുണ്ട്. എല്ലാ ഭാവങ്ങളും ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നേർന്നുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഈ വിദ്യാലയത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സാറിന്റെ ഏറെ പ്രതീക്ഷയേറുന്ന വാക്കുകളാണ് നമുക്ക് സാർ വന്നിട്ടുള്ളത്. സാറിന് വേണ്ടി നൽകുന്നു. നല്ലൊരു കൈയ്യടിയാവാം എല്ലാവർക്കും. വളരെ സന്തോഷം. മുഖ്യ അതിഥികളായിട്ടുള്ള ശ്രീമതി സാലിഹ ഷൗക്കത്ത്, അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി ഇവിടെ, അതുപോലെ കാഞ്ചന മക്കൻ, ശ്രീമതി ഹസീന താലിബ്, ശ്രീമതി ശുഭാജയൻ, ശ്രീ മൻസൂർ അലി, ശ്രീമതി രാഷ്ട്രീയം, ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും, ഈ നാട്ടിൽ ഏകദേശം ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് വെറും വിദ്യ കൈപിടിച്ച് ഒരു മഹാമനുഷ്യൻ ഇവിടെ കടന്നു വന്നു. മക്കാരു മുസ്ലിയാർ, അതെന്റെ വല്യപ്പയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വിദ്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നിവിടെ വന്നപ്പോൾ ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാർ, ഒരു പ്രഭുമ കുടുംബം അദ്ദേഹത്തിന്റെ മകളെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുത്തു. ചോദിച്ചതെല്ലാം കൊടുത്തു. അദ്ദേഹത്തിന്റെ മകൾ ഈ മദ്രസയ്ക്കും പള്ളിക്കും വേണ്ടി കാലങ്ങളോളം സേവനം ചെയ്തു. ഈ നാട്ടിൽ എന്തൊക്കെ വേണമെന്ന് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി അദ്ദേഹം കണ്ട കാഴ്ച കിനാവ്. അതിനുശേഷം അതേ കിനാവ് നെഞ്ചിലേറ്റി എൻ്റെ ഉപ്പ ആ കിനാവിനെ പൂർത്തീകരിച്ചു. ഇവിടെ മദ്രസയിൽ പഠിപ്പിച്ചു. പള്ളിയിൽ 60 വർഷത്തോളം ഖതീബായി ഒരു വേതനവും വാങ്ങാതെ ജോലി ചെയ്തു. അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ ഒരു കെട്ടിടം ഇവിടെ എല്ലാവർക്കും പഠിക്കാൻ വേണ്ടി നിർമ്മിച്ചു. ഈ നാട്ടിലുള്ള എല്ലാവരും അക്കാലത്ത് ബിൽഡിംഗ് നോക്കിയില്ല, അതുപോലെ തന്നെ സൗകര്യങ്ങൾ നോക്കിയില്ല. വിദ്യ വേണം. ആ വിദ്യ നേടാൻ ഈ വിദ്യാലയത്തിൽ ഇവിടെ ഇരുന്ന 90% ആളുകളും പഠിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ വിയോഗത്തോടുകൂടി ഇത് അവസാനിച്ചു എന്ന് ഞാൻ കരുതി. പക്ഷേ ഞാൻ കേട്ട സ്വപ്നങ്ങൾ, എൻ്റെ വാപ്പായുടെ സ്വപ്നങ്ങൾ
ഞാൻ ഉപ്പാടെ കൈപിടിച്ച് നടക്കുമ്പോൾ എനിക്ക് പറഞ്ഞു തന്ന കഥകൾ ഈ നാടിനെ കുറിച്ച് അതെന്റെ വലിയ സ്വപ്നങ്ങളായിരുന്നു. അത് നെറ്റിലേറ്റ് നടക്കുക എന്ന് മാത്രമാണ് അന്ന് എനിക്ക് കഴിഞ്ഞിരുന്നത്. ഇന്നും ആ ഒരവസ്ഥയിൽ തന്നെയാണ് ഞാനുള്ളത്. പക്ഷേ ഞാൻ ജോലി ചെയ്യുന്ന നാട്ടിൽ എനിക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായി. ആ സുഹൃത്തുക്കൾ എന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എന്നെ സഹായിച്ചു. ഫാത്തിമ ഫൈഹ ES അറബി ഗാനം ജനറൽ വിഭാഗം A ഗ്രേഡ്. അവന്തിക CS മലയാളം അഭിനയ ഗാനം ജനറൽ A ഗ്രേഡ്. മുഹമ്മദ് റയാൻ KN അറബിക് ക്വിസ് കോമ്പറ്റീഷനിൽ A ഗ്രേഡ് കരസ്ഥമാക്കിയ റയാൻ. ഗാനം അറബി സംഘഗാനത്തിൽ A ഗ്രേഡ് നേടിയ മക്കളാണ് നസാ നഫ്രീൻ PM, ഷെസ മുഹമ്മദ് ഷാദിൻ, സിയ മെഹറിൻ PU, ഫാത്തിമ ഫൈഹ ES. ഈ സമ്മാനം ട്രോഫി നൽകുന്നത് നമ്മുടെ ജോസ് മാഷിന്റെ ഒരു സംഭാവനയാണ്. എല്ലാ വർഷവും മാഷ് അത് നിർവഹിക്കാമെന്നാണ് നമ്മുടെ മക്കളോട് പറഞ്ഞിട്ടുള്ളത്. എല്ലാ വർഷവും അതൊരു കുട്ടികൾക്ക് നല്ലൊരു പ്രചോദനം കൂടിയാണ്. ഗ്രേഡ് നേടിയ മക്കൾ അവന്തിക അവിടെ മക്കളാണ് നമ്മുടെ. ഇനിയും അവർ ഇതുപോലെ തന്നെ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. Congratulations. Thank you Fatima. Fourth standard Muhammad Raya. Okay. Teacher ready. Okay, thank you. Second